ഇവിടെ പ്രേക്ഷകരെ കണ്ണൂരിൽ അറസ്റ്റിലായ CPM ക്രിമിനൽ അർജുൻ ആയങ്കിയെ ഉടൻ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ നിന്നും ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും കണ്ണൂരിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ ആയങ്കിയുമായിട്ടുള്ള വാഹനം അത് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകുന്നു. മിഥുൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേരളത്തിലെ പോലീസിനെ മുഴുവൻ നാണം കെടുത്തിയ ഒരു പ്രതിയാണ് അർജുൻ ആയങ്കി എന്നുള്ളത്. CPMന്റെ കൊടും ക്രിമിനലാണ്. ഒടുവിൽ പിടിവീണിരിക്കുന്നു. ഇപ്പോൾ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിനടുത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. പ്രജിത്ത്, നമുക്കറിയാം ഇന്ന് പുലർച്ചെ 2:30 കണ്ണൂരിലെ അഭിഭാഷകയുടെ വീട്ടിൽ വെച്ച് കൊടും ക്രിമിനലായ അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലായത്. തൊട്ടു പിന്നാലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. നിലവിൽ നമുക്കറിയാം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കോടതിയൊക്കെ അവധി ദിവസമാണ്. ആ അവധി ദിവസമായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ അർജുൻ ആയങ്കിയെ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. മാത്രമല്ല, നമുക്കറിയാം ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കിക്കൊണ്ട് ഈ അർജുൻ ആയങ്കിയെ പിടിക്കുവാനുള്ള എല്ലാവിധ അന്വേഷണവും നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് കണ്ണൂർ നഗരത്തിൽ വെച്ച് തന്നെ അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ നിർണായക തെളിവായത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വെളിപ്പെടുത്തലാണ്. അദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയതാണ്. അത് ഈ കണ്ണൂരിൽ എത്തിയത് അർജുൻ ആയങ്കി തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം അദ്ദേഹം കൃത്യമായി പോലീസിന് മുന്നിൽ പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷകയുടെ വീട്ടിൽ വെച്ച് ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ക്രിമിനൽ പിടിയിലാകുന്നൊരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് അർജുൻ ആയങ്കിയെ കൊണ്ടുപോവുകയാണ്. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നമുക്കറിയാം ഈ കേസ് തുടക്കത്തിലിട്ട ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ SI ആണ് ഈ അർജുൻ ആയങ്കി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസടക്കം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ഈ അർജുൻ ആയങ്കിയെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കായിരിക്കും കൈമാറുക. തുടർന്ന് ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കോതമംഗലത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് അർജുൻ ആയങ്കിയെ വഹിച്ചുള്ള പോലീസ് വ്യൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഈ സംഘത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതാണ്ട് ഇനി ഒരു 15 മിനിറ്റ് നേരത്തെ ഓട്ടം കൂടിയുണ്ട്. ആ 15 മിനിറ്റ് കൊണ്ട് കൂത്തുപറമ്പിലെത്തി അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഈ ആഭ്യന്തരമന്ത്രിയെ മോശമായി സംസാരിച്ചു, ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് മോശമായി പറഞ്ഞു എന്ന സൈബർ കുറ്റമാണ് അർജുൻ ആയങ്കിക്കെതിരെ ചുമത്തിയിരുന്നത്. അതിനുശേഷം ചില വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് ജാമ്യം കിട്ടാത്ത ചില വകുപ്പുകൾ കൂടി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അവിടെ നിന്ന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ട്രാൻസിറ്റ് വാറന്റ് അടക്കം സ്വീകരിച്ചുകൊണ്ട് അർജുൻ ആയങ്കിയെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് വാഹനത്തിൽ അർജുൻ ആയങ്കിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിത്ത്, മിഥുൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒടുവിൽ അർജുൻ ആയങ്കിയെ പിടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കിയാകുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള പോലീസിനെ മുഴുവൻ നാണം കെടുത്തി, കേരള പോലീസിനെ മുഴുവൻ കളിയാക്കി പരിഹസിച്ച് പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇട്ട് ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വരെ അപഹസിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെയായി ഇയാൾ കേരളത്തിൽ തന്നെയാണ് വിലസി നടന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊരു ക്രിമിനൽ, ഇയാളെ അതിനെ ഏതെങ്കിലും രീതിയിൽ ഗ്ലോറിഫൈ ചെയ്തല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇതുപോലൊരു ക്രിമിനലിന് കേരള പോലീസിനെ ഇത്രയധികം വട്ടം ചുറ്റിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ ബാക്കിയില്ലേ? അതും ഗുണ്ടാ സംഘങ്ങളുടെ അടക്കം സഹായത്തോടെ പോലീസിനെ മനോഹരമായി കബളിപ്പിച്ച് ഒടുവിലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ ഇന്ന് രാവിലെയും ഈ അറസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാനും കഴിയില്ല. അപ്പോൾ അവിടെ കൃത്യമായൊരു വീഴ്ച, ഒരു പോരായ്മ, പോലീസിംഗിന്റെ ഒരു പോരായ്മ നമുക്ക് കൃത്യമായി കാണാൻ കഴിയില്ലേ മിഥുൻ?
തീർച്ചയായും പ്രജിത്ത്, നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സംഭവം ഉണ്ടായ അന്ന് തൊട്ട്, അതായത് ഈ SIയെ ഭീഷണിപ്പെടുത്തിയ, അതായത് സർക്കിൾ ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ അന്ന് മുതൽ ഒരുപാട് സമയങ്ങളിൽ ഈ അർജുൻ ആയങ്കി എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പിടികൂടാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ നിന്ന്, അതായത് എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് വരുന്ന വഴിയിൽ പലയിടങ്ങളിൽ, പല ചായക്കടകളിലും പല ടോൾ ബൂത്തുകളിലും ഈ അർജുൻ ആയങ്കിയുടെ മുഖം കുടുങ്ങിയിട്ടുണ്ട്. ആ വഴിയിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തി പിടികൂടാനുള്ളൊരു അവസരം ഉണ്ടായിട്ട് കൂടി അത്തരം ഒരു നടപടി ഉണ്ടായില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. സ്വാഭാവികമായും കണ്ണൂരാണ് അർജുൻ ആയങ്കിയെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം എന്നൊരു ബോധം അയാൾക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണ്ണൂരേക്ക് അർജുൻ ആയങ്കി എത്തിയതെന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ അയാൾക്കുള്ളത് കണ്ണൂരാണ്. രാഷ്ട്രീയപരമായും മറ്റു പല രീതിയിലുള്ള സൗഹൃദങ്ങൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. സ്വാഭാവികമായും കണ്ണൂരിലേക്ക് അർജുൻ ആയങ്കി എത്തുമെന്നൊരു കണക്കുകൂട്ടൽ പോലീസിന് നേരത്തെ തന്നെ വേണ്ടതായിരുന്നു. കാരണം 3 ദിവസത്തിലേറെയായി കണ്ണൂരിൽ അർജുൻ ആയങ്കി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. അതിൽ തന്നെ തളിപ്പറമ്പിൽ പോലീസിന്റെ DYSP ഓഫീസിന്റെ മൂക്കിന് തുമ്പിൽ ഏതാണ്ട് 3 ദിവസത്തോളം അവിടെ ഒരു ബാർ ഹോട്ടലിൽ ഇയാൾ താമസിച്ചിരുന്നു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല? അത് പോലീസ് സംവിധാനത്തിന്റെ ഒരു വീഴ്ചയല്ല എന്നൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഉയരുന്നത്. കാരണം ഇത്രയും കുറ്റവാസനയുള്ള, നേരത്തെ കാപ്പ കേസടക്കം ചുമത്തപ്പെട്ട ഒരു കൊടും ക്രിമിനൽ എങ്ങനെയാണ് ഇത്ര സുഗമമായി കൊച്ചിയിൽ നിന്ന് കണ്ണൂർ വരെ എത്തിയത്? ഒരു പോലീസിന്റെയും കണ്ണിൽ അയാൾ പെട്ടില്ല എന്നൊരു ചോദ്യം തന്നെ ഉയരുന്നു. മറ്റൊന്ന്, നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് കരിപ്പൂരിൽ അവിടെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയായിരുന്നു ഇയാൾ. ആ സമയത്താണ് 4 പേർ അപകടത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സ്ഥലത്ത് വെച്ചാണ് അന്ന് തൊട്ടാണ് അർജുൻ ആയങ്കി എന്ന പേര് ഏവരും പ്രാധാന്യത്തോടെ കേൾക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അവിടെ ആ സ്ഥലത്ത് തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് പേരുകൾ പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഈ അർജുൻ ആയങ്കി എന്ന പേര് നമ്മൾ കേൾക്കുകയുണ്ടായി. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കൃത്യമായി ഇത്തരം ക്രിമിനലുകളെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനമടക്കം പോലീസിന് വേണ്ടതാണ്. അവിടെയൊക്കെ ഈ ഒരു അത്തരം ഒരു നിരീക്ഷണമൊക്കെ ഇയാളുടെ കാര്യത്തിൽ പാളിപ്പോയിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ ഇയാളിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് കൊണ്ടുപോകുന്നത്. അതിൽ വഴിയിൽ പോലീസ് വാഹനം നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. അതിലും അല്പസമയത്തിനകം തന്നെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഇയാളെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ മിഥുൻ, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയുള്ളത്, അതായത് ഒന്ന്, ഈ പോലീസിന്റെ നീക്കങ്ങൾ പലപ്പോഴും അർജുൻ ആയങ്കി മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ പോലീസിൽ നിന്ന് അർജുൻ ആയങ്കിയെ പോലെ ഒരു ക്രിമിനലിന് സഹായങ്ങൾ ലഭിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം പലവട്ടവും പോലീസിനേക്കാളും ഏറെ മുന്നിൽ നിൽക്കാൻ ഈ ക്രിമിനലായ ഇയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഗുണ്ടാ സംഘങ്ങളുടെ അടക്കം സഹായവും അതിന് ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസിനുള്ളിൽ നിന്ന് തന്നെ പോലീസിന്റെ നീക്കങ്ങൾ ചോർന്നിരിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് മിഥുൻ? പ്രജിത്ത്, ആ സാധ്യതകൾ ഒരിക്കൽ പോലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്നു. അത് റോഡ് മാർഗമാണ് എന്ന് ഓർക്കണം. അത്തരത്തിൽ വരുന്ന ഒരാൾ എവിടേക്ക് എത്തി, പോലീസിന്റെ നീക്കങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ അർജുൻ ആയങ്കിക്ക് കിട്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തു നിന്നും പലപ്പോഴായി ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും പോലീസിൽ നിന്ന് തന്നെ ഇത്തരം വിവരങ്ങൾ ചോർന്ന് കിട്ടിയിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അപ്പോൾ അർജുൻ ആയങ്കിക്ക് രക്ഷപ്പെടാനും മറ്റും സാധിച്ചിരുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഈ കിട്ടിയ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തൊക്കെ വിവരങ്ങൾ കിട്ടിയിരുന്നു എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നിലവിൽ കണ്ണൂരിലെ ഒരു സൈബർ കേസ് മാത്രമാണ് അയാൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഉടൻ തന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ ഇയാളെ കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ ശക്തമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ ചോദ്യം ചെയ്താൽ മാത്രമേ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളടക്കം പുറത്തു വരികയുമുള്ളൂ. പ്രജിത്ത്, സ്വാഭാവികമാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ക്രിമിനലിനെ
എക്കാലത്തും എന്തായാലും ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ അഴിച്ചുവിടാൻ പോലീസിന് സമ്മതിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും കർശനമായ നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇയാളുടെ എല്ലാ പ്രവൃത്തികളെയും അല്പസമകാലത്തേക്കെങ്കിലും ഇയാളെ ജയിലിലാക്കുന്ന ഒരു നടപടിയിലേക്ക് പോകണം പോലീസിന് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നു. കാരണം അർജുൻ അത്രയധികം അവരെ പരിഹസിച്ചിട്ടുണ്ട്, അത്രയധികം അവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസിന്റെ മുഖം തന്നെ നഷ്ടമാക്കിയ ഒരു ക്രിമിനലാണ് അർജുൻ. അപ്പോൾ സ്വാഭാവികമായും അർജുനെ ആ രീതിയിലുള്ള നടപടികളിലേക്ക്, കാപ്പയടക്കമുള്ള വകുപ്പുകളൊക്കെ ചുമന്ന നടപടികളിലേക്ക് പോകാം സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്.